എങ്ങനെയാണ് നമുക്ക് ഈ വർത്തമാനകാലത്ത് ജാതിയും മതവും ഒക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഞാനൊക്കെ പഠിക്കുമ്പോ, അല്ലെങ്കിൽ ഞാനൊരു സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് കഴക്കൂട്ടത്ത്. എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെയും അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകന്റെയോ ജാതിയോ മതമോ എനിക്കിന്നും അറിയില്ല. നമ്മൾ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരുടെ അധ്യാപകരുടെ ആരുടെയെങ്കിലും ജാതിയും മതവും തിരക്കുമോ? നമ്മളെ ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറുടെ ജാതിയും മതവും നമ്മൾ തിരക്കാറുണ്ടോ? മരുന്ന് നൽകുന്ന സിസ്റ്ററുടെ ജാതിയും മതവും തിരക്കുമോ? നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, അത് ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെയോ അല്ലെങ്കിൽ ബസ്സോ ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പോൾ ട്രെയിനിൽ ഓടിക്കുന്ന ആളെപ്പോലും നമ്മൾ കാണാറില്ല. ആരാണിത് ഓടിക്കുന്നതെന്ന് പോലും അറിയില്ല. വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവർ പൈലറ്റിനെ ഒന്നും ഒരിക്കൽ കണ്ടിട്ടുണ്ടാവില്ല. ആ മനുഷ്യനോടുള്ള ഒരു വിശ്വാസത്തിൽ തന്റെ ജീവൻ തന്നെ നമ്മൾ ഏൽപ്പിച്ചാണ് യാത്ര ചെയ്യുന്നത്. ആ മനുഷ്യന്റെ ജാതി മതവും നമ്മൾ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാറുണ്ടോ? നമ്മൾ വളരെ സ്വസ്ഥമായി ഉറങ്ങുന്ന നമ്മുടെ ഭവനങ്ങൾ അതുണ്ടാക്കുന്നതാര്? എത്രയെത്ര മനുഷ്യന്റെ അധ്വാനമാണ് അതിന്റെ പിന്നിൽ. എത്രയെത്ര മനുഷ്യർ, ഏതെല്ലാം ജാതി മത രാഷ്ട്രീയ ചിന്തകളിലുള്ള ഏതെല്ലാം മനുഷ്യർ, അവരുടെ അധ്വാന ഫലമാണ് നമ്മൾ ഉറങ്ങുന്ന, സ്വസ്ഥമായി ശാന്തമായി സമാധാനമായി ഉറങ്ങുന്ന നമ്മുടെ ഓരോ ഭവനങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപാട് മനുഷ്യരുടെ, തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ അവരുടെ വിയർപ്പ് തുള്ളികൾ അവിടെയുണ്ട്. ആ മനുഷ്യരുടെ അവരുടെ ജാതിയും അതും നമുക്ക് തിരക്കാനാകുമോ? നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണം പാവപ്പെട്ട കർഷകരുണ്ടാക്കുന്നതല്ലേ? പട്ടിണിയോട് പടവെട്ടി, ദാരിദ്ര്യത്തോട് പടവെട്ടി, മണ്ണിനോട് പടവെട്ടുന്ന പാവപ്പെട്ട കർഷകർ ഒരുക്കുന്ന, നമ്മൾ വിരിച്ചലങ്കരിച്ച തീന്മേശകൾക്ക് മുമ്പിൽ ഇങ്ങനെ ആർത്തിയോടെ കൊതിയോടെ കഴിക്കുന്ന ഭക്ഷണം, അതൊരുക്കുന്ന കർഷകന്റെ ജാതിയും മതവും നമുക്ക് ചിന്തിക്കാനാകുമോ? നമ്മൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം നോക്കൂ, ഇതിൽ ഓരോ നൂലിലെയും എത്രയെത്ര കൈകളിലൂടെ കടന്നുപോയിട്ടാണ് അതൊരു വസ്ത്രമായി, അതിന്റെ പ്രത്യേക ഡിസൈനായി നമ്മുടെ ശരീരത്തിന് പാകപ്പെട്ട ഒരു വസ്ത്രമായി അത് രൂപാന്തരപ്പെടുന്നത്. എത്രയെത്ര മനുഷ്യർ, അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ചിന്തകൾ, അവരുടെ വിയർപ്പ്, അവരുടെ അധ്വാനം, ഇതെല്ലാം അവരുടെ ജാതിയും അതും നമുക്ക് തിരക്കാനാകുമോ? ഇങ്ങനെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും വിശ്വസിച്ചും സഹവർത്തിത്വത്തോടു കൂടി കഴിയേണ്ട ഒരു ലോകത്ത്, ഒരു കാലത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ചിത്രശക്തികൾ, വിഷവിത്തുകൾ, അതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.